പറഞ്ഞനുസരിച്ചാണെങ്കിൽ 2021 ഞാനത് റൗണ്ട് ചെയ്താണ് പറയുന്നത്. എനിക്ക് ഓഡിയോ കിട്ടുന്നില്ല, കേൾക്കാമോ? പാലക്കാട് ഇപ്പോൾ കേൾക്കാം. ഓക്കെ. പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ കണക്കിൽ ഒരു സംശയം മാത്രം ഞാൻ ചോദിക്കുകയാണ്. അത് ഞാനൊരു റൗണ്ട് ചെയ്തിട്ടാണ് ഈ കണക്കുകൾ പറയുന്നത്, എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. അതായത് 2021 പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 34,000 വോട്ട് ഇ ശ്രീധരൻ പിടിച്ചു, 28,000 വോട്ട് അവിടെ ഷാഫി പറമ്പിൽ പിടിച്ചു. അവർക്കിടയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 6,000 വോട്ടാണ്. അതേസമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ പിടിച്ചത് 16,000 വോട്ടുകൾ മാത്രമാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ 2ാം സ്ഥാനത്ത് എത്തണമെങ്കിൽ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സരിൻ ഇടതുപക്ഷം 2ാം സ്ഥാനത്ത് എത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 12,000 13,000 വോട്ട് പിടിക്കേണ്ടി വരും. അവിടെ അതൊരു വലിയ കുതിപ്പാണ്. അത്തരം 8,000 വോട്ട് മതി ഉണ്ണിയേട്ടാ. 24 നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 24. അതെ, 16-ൽ നിന്ന് 24 എത്താൻ 8,000 വോട്ട് മതി. ശരി. അപ്പം പറയുന്ന BJP ക്ക് എത്ര വോട്ടാണ് ഒന്നുകൂടി പറയാവത്? 34 28 ചുരുങ്ങും. 6,000 വോട്ട് അവിടെ കുറയും. അതെ, BJP കുറഞ്ഞല്ലോ. അതെ, 34 28 6,000 വോട്ട് കുറയും. അല്ല, ഇപ്പോഴത്തെ ഒരു കണക്ക് 34-ഉം 28-ഉം 34 20-ഉം 54 8 62 10 72 6 78,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്. 79 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്. അല്ലല്ല, അത് വാലിഡ് വോട്ടാണ്. വാലിഡ് വോട്ടിൽ നോട്ടയും മറ്റ് സ്ഥാനാർത്ഥികളും ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ 75 എന്നാണ് ഇപ്പോഴത്തെ. നമ്മൾ 2021 കൗണ്ടിങ് കഴിഞ്ഞല്ലോ. ആ കൗണ്ടിങ് കഴിഞ്ഞ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. 79,000 എന്ന്, അല്ലേ? 34 28 16 ഇതാണ് 21-ലെ, അതായത് 79 79,000. നിങ്ങളിപ്പോൾ കണക്ക് കൂട്ടുന്നത് എത്രയാ? 75. ആ 75-ൽ തന്നെ ഈ പറയുന്ന 4,000-ന്റെ കുറവ് വന്നിരിക്കുന്നു അവിടെ. ആ 4,000-ന്റെ കുറവെന്ന് പറയുന്നത് ഏകപക്ഷീയമായിരിക്കും, അതോ ഇത് 3 പേർക്കുമായിട്ട് വിഭജിച്ചു പോവോ? 3 പേർക്കുമായിട്ട് വിഭജിച്ചു പോവുകയാണെങ്കിൽ ഒരു 1,200 വ്യത്യാസം ഉണ്ടാവുള്ളൂ. 1,500-ന്റെ വ്യത്യാസം ഓരോരുത്തർക്കും ഉണ്ടാവും. സി കൃഷ്ണകുമാറും ഉണ്ട്, വേണമെങ്കിൽ കൗണ്ടർ കണക്കും ചോദിക്കാം. ഞാൻ ഗ്രൗണ്ടിൽ നിന്നുള്ള എൻ്റെ ഒരു വിലയിരുത്തലാണ് കൃത്യമായി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് കോൺഗ്രസ് വോട്ടുകളിലും BJP വോട്ടുകളിലും വിള്ളൽ വരിക എന്ന്. ഇ ശ്രീധരൻ നേടിയ വോട്ടുകളിലെ ഒരു 3,000 മുതൽ 4,000 വോട്ടുകൾ വരെ കുറയ്ക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവതരണത്തിലൂടെ മുനിസിപ്പൽ ഏരിയയിൽ സാധിച്ചു എന്നുള്ള വിശ്വാസ്യതയാണ് നമുക്കുള്ളത്. ഒന്നത്. 2, ഇടത്തരം കുടുംബങ്ങളിലും മധ്യവർഗ കുടുംബങ്ങളിലും എക്കോണമിക് ആനുവൽ ഇൻകത്തിൻ്റെ ഒരു കണക്കിൽ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെയൊക്കെ നഗരപ്രദേശത്തെ സ്വഭാവമുള്ള വോട്ടർമാരിലേക്കും കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ ഉണ്ടായിരുന്ന ആ വോട്ടർമാരിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള പരീക്ഷണത്തിൻ്റെ അവതരണ രീതിയെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും കുറയ്ക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന 3,000 മുതൽ 4,000 വോട്ടുകളാണ്. ഈ 2 പക്ഷത്തു നിന്നും 4,000-ഓളം വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും എന്നുള്ളതിനെ കൃത്യമായ കാര്യകാരണ സഹിതമാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത്. അതൊന്നുകൂടി അടിവരയിട്ട് പറഞ്ഞു എന്ന് മാത്രം. BJPക്ക് ലഭിക്കാതെ പോകുന്ന മറ്റൊരു 2,000 വോട്ട് കൂടിയുണ്ട്. അവർക്കത് പോൾ ചെയ്തിട്ടില്ല ഇത്തവണ. അങ്ങനെയാണ് BJPക്ക് അത് 6,000 വോട്ട് കുറയുന്നത്. കോൺഗ്രസിൻ്റെ വോട്ടുകളിലും ഗണ്യമായ ഒരു 1,000-1,500 വോട്ടുകൾ കുറയും. അങ്ങനെയാണ് അവർ 23,000-ലേക്ക് എത്തുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യത എന്നാണ് കണക്കുകൾ പരിശോധിച്ച് ഞാൻ വീണ്ടും അങ്ങനെയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സരിൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലേ? അങ്ങനെ ഞാൻ വിലയിരുത്തുന്നില്ല. അതൊരു അവതരണ രീതിയായിരുന്നു, അതൊരു കാൻഡിഡേറ്റിന്റെ മേന്മയല്ല. LDF പറഞ്ഞ രാഷ്ട്രീയത്തിനെ സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലൂടെ അവതരിപ്പിച്ചപ്പോൾ കിട്ടുന്ന 2 ഗുണങ്ങളും ഒരുമിച്ച് ശരിയാണ് ഇടതുപക്ഷം എന്നുള്ളതിൻ്റെ ഇവിടെ നിഷേധിക്കപ്പെട്ട കുറേ വികസനങ്ങൾ വരണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ MLA വേണം എന്നുള്ള നിരീക്ഷണത്തിൻ്റെ അടക്കം വിലയിരുത്തലാണ്. അതൊരിക്കലും ഒരു സ്ഥാനാർത്ഥി മികവിലേക്ക് മാത്രമായി ചുരുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇലക്ഷൻ ട്രെൻഡ് എന്താണെന്നറിയാൻ വെറും 2 റൗണ്ട് കഴിഞ്ഞാൽ മതി എന്നുള്ളതും കൂടി പ്രേക്ഷകരുടെ അറിവിലേക്കും എഡിറ്റോറിയൽ ടീമിൻ്റെ അറിവിലേക്കുമായി പറയുകയാണ്. അതായത് ആദ്യത്തെ 2 റൗണ്ടിൽ 1 മുതൽ 14 വരെയുള്ള റൗണ്ടിൽ ആദ്യത്തെ റൗണ്ടിൽ എത്ര UDF, എത്ര LDF, എത്ര BJP എന്നുള്ള 2021 കണക്ക് നാളെ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അതിലെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി അസസ് ചെയ്യാൻ പറ്റുകയും 2ാമത്തെ റൗണ്ടിലും അത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആ പ്രതിഫലനം +20% LDFന് അനുകൂലമായാണ് എന്ന്
ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. സരിൻ, ഇപ്പോൾ ആദ്യ റൗണ്ട് നഗരസഭയും ആദ്യം എണ്ണുന്നത് നഗരസഭയും രണ്ടാമത് പിരായിരിയുമല്ലേ? അപ്പോൾ അവിടെ എങ്ങനെയാണ് LDFന്റെ ഒരു മേൽക്കൈ കാണിക്കാനാവുക എന്നൊരു അതായത് അവിടെയും കൂടി ഞാൻ പറയുകയാണ്, 7 റൗണ്ട് പൂർണ്ണമായും മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് കണക്ക് പറഞ്ഞു. 106 യൂണിറ്റുകൾ എണ്ണണം. 2 ഓക്സിലറി ബൂത്തുകൾ കൂടിയുള്ളത് 83-ലെയും 102-ലെയും. അങ്ങനെ 2 മുനിസിപ്പാലിറ്റിയിൽ വരുന്ന 2 ഓക്സിലറിയാണ്. പിന്നെ ഒരു ഓക്സിലറി ബൂത്ത് വരുന്നത് പിരായിരിയിലും, പിന്നെ ഒരെണ്ണം വരുന്നത് കണ്ണാടിയിലുമാണ്. 184 വോട്ടിംഗ് മെഷീനുകളാണ് എണ്ണേണ്ടത്. 180 ബൂത്തുകളിലായുള്ള 184. അതിൽ 106 എണ്ണം മുനിസിപ്പാലിറ്റിയിലാണ്. അതിനർത്ഥം പൂർണ്ണമായും ആദ്യത്തെ 7 റൗണ്ട് മുനിസിപ്പാലിറ്റിയാണ്. 8ാമത്തെ റൗണ്ടിൽ 8 എണ്ണം മുനിസിപ്പാലിറ്റിയും 6 എണ്ണം പിരായിരിയും. 9ഉം 10ഉം പൂർണ്ണമായി പിരായിരി. ഇത് കഴിഞ്ഞാണ് മാത്തൂരും കണ്ണാടിയും കൂടി വരുന്നത്. ഈ കണക്കിൽ ഞാൻ വീണ്ടും പറയുന്നു, 8ാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോഴും BJP ലീഡ് ചെയ്യും. അത് കഴിഞ്ഞ് 9ാമത്തെ റൗണ്ടിലും 10ാമത്തെ റൗണ്ടിലും UDF അത്ഭുതം പ്രവർത്തിക്കും എന്നാണല്ലോ പറയുന്നത്. ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് പറഞ്ഞു തരാം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. 36,329 ആയിരുന്നു ടോട്ടൽ ഇലക്ടേഴ്സ്. പിരായിരിയിലെ 33 ബൂത്തുകൾ, 105 മുതൽ 137 വരെയുള്ള 33 ബൂത്തുകളാണ് പിരായിരി. അതിലെ ടോട്ടൽ ഇലക്ടേഴ്സ് ആയിട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 36,329 അതിലെ 26,086 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. പിരാരിയിൽ പോൾ ചെയ്യപ്പെടാതെ പോയത് 10,250 വോട്ടുകളാണ്. ആലോചിച്ച് നോക്കണം, പിരാരിയിൽ പോൾ ചെയ്യപ്പെടാതെ പോയത് 10,250. അവിടെയും തീർന്നില്ല. ഇതിൻ്റെ കമ്പാരിസൻ്റെ വലുപ്പം പറയണമെങ്കിൽ മാത്തൂരിലെയും കണ്ണാടിയിലെയും, രണ്ടും പിരാരിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പഞ്ചായത്താണ്. രണ്ടും കൂടി കൂടുമ്പോൾ പിരാരിയുടെ ഒരു 1.5 ഇരട്ടി വലിപ്പവും വരും. ഈ 2 സ്ഥലങ്ങളിലായി മാത്തൂരിലെ 22 ബൂത്തിൽ 21,710 വോട്ടുകളും, കണ്ണാടിയിലെ 2 ബൂത്തിൽ കണ്ണാടിയിലെ 21 ബൂത്തിൽ 22,260. അതായത് 44,000 എന്ന് നമുക്ക് റഫ്ലി പറയാം. 44,000-ന് 44,000-ന് ഒരു 100 വോട്ടേ കുറവുള്ളൂ. ഈ 44,000-ൽ നമ്മൾ പിരാരിയുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 36-ൽ 10,000 പോൾ ചെയ്തില്ലെങ്കിൽ ഈ 44-ൽ ഒരു 13,000 പോട്ടെ 12,000 എങ്കിലും പോൾ ചെയ്യില്ല എന്ന് നമ്മൾ അനുമാനിക്കണ്ടേ? ഞെട്ടിക്കോളൂ, കേട്ടിരുന്ന് ഞെട്ടിക്കോളൂ. 8,500 വോട്ട് മാത്രമാണ് ഈ 44,000 വോട്ടുകളിൽ പോൾ ചെയ്യാത്തത്. 44,000 വോട്ടുകളിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 16,949 വോട്ട് മാത്തൂരും 16,952, രണ്ടും റഫ്ലി പറയുകയാണെങ്കിൽ 17,000. അതായത് 34,000-ലേറെ വോട്ടുകൾ അവിടെ പോൾ ചെയ്തു. 43,000 ചില്വാനം വോട്ടുകളിൽ പിരാരിയിൽ പോൾ ചെയ്യാത്ത അത്ര പോലും മാത്തൂരിലും കണ്ണാടിയിലും വോട്ട് 8,000 കൂടിയിട്ട് പോലും, നിങ്ങൾ മനസ്സിലാക്കണം, നെറ്റ് വോട്ട് 8,000 കൂടുതലാണ് രണ്ടെണ്ണത്തിലും കൂടി ചേർന്ന്. എന്നിട്ട് പോലും പിരാരിയിൽ പോൾ ചെയ്ത 10,250-ന് താഴെ, 10,000-ലും താഴെ വോട്ടുകൾ മാത്രമാണ് മാത്തൂരും കണ്ണാടിയിലും പോൾ ചെയ്യാത്തത്. UDF വായുവിൽ എഴുതി കൂട്ടുന്ന കണക്കല്ല ഇടതുപക്ഷത്തിൻ്റെ കണക്ക്. വിജയാഹ്ലാദ ഗാനമൊക്കെ ഇറക്കി വെച്ചവർ ഇന്ന് രാത്രി തന്നെ കേട്ട് ആസ്വദിക്കുക. മാത്തൂരിലെയും കണ്ണാടിയിലെയും റൗണ്ട് നമ്പർ 11, 12, 13 ഈ റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോൾ മിനിമം 4,000 മുതൽ 6,000 വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് കേരളത്തിനെ സജ്ജമാക്കുകയാണ് പാലക്കാടൻ. അതായത്